നമസ്കാരം, ഞാൻ ജസ്ന സലീം. എത്ര പേർക്ക് എന്നെ പരിചയമുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു കുഞ്ഞു ചിത്രകാരി എന്ന് പറയാം. കുഞ്ഞു ചിത്രകാരി എന്ന് പറയാനേ എനിക്ക് താല്പര്യമുള്ളൂ. കാരണം ഞാൻ വലിയ ചിത്രകാരിയൊന്നുമല്ല. വലിയ ചിത്രകാരൻ എന്ന് പറയുന്നതൊക്കെ രാജാ രവിവർമ്മനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ചിത്രകാരന്മാർ എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ പേര് തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ആൾക്കാർ. നമ്മളൊരു പൂ വരച്ചാലും പൂന്തോട്ടം വരച്ചാലും ആ ഒരു കഴിവ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ആ കഴിവിനെ ഒരാൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമാണ് എന്നറിയാൻ ഞാൻ ശരിക്കും വൈകിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ നിരന്തരമായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസിന് എന്ന് വെച്ചാൽ ഞാൻ കൃഷ്ണനെ വരച്ചിട്ടാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ആ ഒരു ഉപജീവന മാർഗത്തിൽ തന്നെ കുറ്റം പറയുന്ന കുറേ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ പലർക്കും വിഷയം എൻ്റെ ചിത്രത്തിൻ്റെ പ്രൈസാണ്. അപ്പോൾ ആ ഒരു പ്രൈസിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങണമെന്നുള്ളത്. കാരണം നമുക്കൊരു നീതി കിട്ടണമല്ലോ. നമ്മുടെ തൊഴിലിനെ മറ്റൊരാൾ അപമാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ ഒരാൾ അപമാനിക്കുമ്പം നമുക്കത് നിയമത്തിലൂടെ അല്ലെ നീതിയിലൂടെ നമുക്കൊരു നീതി നമുക്ക് നിയമ പോരാട്ടത്തിലൂടെ ഒരു നീതി മേടിച്ചെടുക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആർക്കായാലും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഞാൻ നീതിപീഠത്തിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് എനിക്ക് നീതി കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു. അപ്പം ഇന്ന് ദൈവമായിട്ട് എനിക്കൊരു ന്യൂസ് കേൾപ്പിച്ചു തന്നു. ന്യൂസ് എന്താ വെച്ചാൽ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു ന്യൂസാണ്. ജാനകി എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലേക്ക് ആ പേര് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈന്ദവർ എന്തോ പരാതി കൊടുത്ത സംഭവമാണ്. എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ഞാൻ ആളല്ല. അപ്പോൾ അതിൽ നമ്മുടെ ജഡ്ജി ആ ഒരു സിനിമ കാണുകയും അതിൽ ജഡ്ജി പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരു കലാകാരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇതിനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു കലാകാരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മറ്റൊരാൾക്ക് അങ്ങനെ ചോദ്യം ചെയ്യാൻ റൈറ്റില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാനൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കാം കേട്ടോ. കാരണം ഇത് നാളെ കോടതിയിലേക്ക് പോകേണ്ട തെളിവാണ്. അപ്പോൾ ഇതെന്ത് തെളിവാണ്, എന്താണ് കേസ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. യൂട്യൂബിൻ്റെ അകത്ത് നിരന്തരം വന്ന് പറയുന്നൊരു സ്ത്രീയാണ് ഉത്തര ഉണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ കുറ്റം പറഞ്ഞോട്ടെ, കുറ്റങ്ങളും തെറ്റുകളും ഇല്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ആരുമില്ല. അപ്പം നമ്മളെക്കുറിച്ചോ ആരെക്കുറിച്ചും നമുക്ക് കുറ്റവും തെറ്റുകളൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു കഴിവ് നമ്മളത് പുറത്ത് കാണിക്കുന്ന സമയത്ത് ആ കഴിവിന് നമ്മളിടുന്ന വില അത് വിലയല്ല. ആ വില കൊടുത്ത് മേടിക്കരുത് എന്ന് പറയാൻ ഒരാൾക്കും റൈറ്റ് ഇല്ല. അപ്പം എനിക്ക് ഈ ഉത്തര ഉണ്ണിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ച് ഉദാഹരണങ്ങളും പോകാൻ പാടുള്ളൂ. നിലവാരം കൂടിയ ഒരാൾക്ക് നിലവാരം കൂടിയ ഉദാഹരണവും നിലവാരം കുറഞ്ഞ ഒരാൾക്ക് നിലവാരം കുറഞ്ഞ ഉദാഹരണവുമാണ് പൊതുവെ എല്ലാവരും കൊടുക്കാറ്. അപ്പം എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഉത്തര ഉണ്ണിക്ക് കൊടുക്കാനുള്ള ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഉത്തര ഉണ്ണി അണ്ടർവെയർ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഉത്തര ഉണ്ണി ഈ ജെൻസിൻ്റെ ഇടയിൽ, ലേഡീസിൻ്റെത് ഞാനിപ്പോൾ പറയുന്നില്ല, ലേഡീസിൻ്റെത് വേണ്ട, ജെൻസിൻ്റെത് പറയാം. ഈ ജെൻസിൻ്റെ അണ്ടർവെയർ ഏറ്റവും ഒരു ബ്രാൻഡ് എന്ന് പറയാം, ഫെയിമായിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രാൻഡ് എന്ന് പറയാം, ജോക്കിയുടേത്. അപ്പോൾ ഈ ജോക്കിയുടെ ഈ ഒരു അണ്ടർവെയറിന് പ്രൈസ് വരുന്നത് 500 രൂപ എങ്ങാണ്ടാണ്. ഇതേ മോഡൽ അണ്ടർവെയർ, ഇതേ മോഡൽ എന്നേ പറയാൻ പറ്റുള്ളൂ, അതേ സാധനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഫുട്പാത്തിലൊക്കെ ചെറിയൊരു ടേബിളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ 50 രൂപക്ക് വിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? സംഭവം രണ്ടും ഇന്നറാണ്, രണ്ടും ഉപയോഗം ഒന്നാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ
വീഡിയോ ഡൗൺലോഡ് ആയിട്ടോ. അപ്പോൾ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഇപ്പം തന്നെ ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ്, കാരണം വീഡിയോ മുക്കുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഈ ഇന്നർ വെയർ എന്ന് പറയുന്നത് ഈ രണ്ട് സാധനം, ഇപ്പോൾ ചോക്കീൻ്റെത് മേടിക്കുകയാണെങ്കിലും നമ്മുടെ ഫുട്പാത്ത് നിന്ന് മേടിക്കുകയാണെങ്കിലും ഉപയോഗം ഒന്നാണ് എന്നുള്ളത് നിനക്കറിയാമല്ലോ ഉത്തരവാദിയെ. പിന്നെ അതിന് ഈ വില പ്രൈസിൻ്റെ മാറ്റം വരുന്നത് ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി, രണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലോത്ത് മാറ്റം, മൂന്ന് വെച്ചാൽ ബ്രാൻഡിൻ്റെ അത്. അങ്ങനെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പം നിനക്ക് പറ്റിയൊരു നിലവാരത്തിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നാൽ, സംഭവം രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ പോലും രണ്ടിനും രണ്ട് പ്രൈസ് വെച്ച് രണ്ട് സ്ഥലങ്ങളിൽ വിൽക്കാനുള്ള കാരണം എന്താണെന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം എൻ്റെ ഒരു വര അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്ക് മാത്രമേ ഉള്ളൂ. അതിപ്പം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഉത്തരാവുണ്ണിക്ക് മാത്രമല്ല, ഉത്തരാവുണ്ണിയുടെ അച്ഛനാണെങ്കിലും അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പം ഞാനിപ്പം എൻ്റെ വക്കീലിനെ വിളിച്ചു, എൻ്റെ വക്കീലിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു നമുക്കിത് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള റൈറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വക്കീലിനെ കൊണ്ട് പരാതി എഴുതിച്ചിട്ട് കോടതിയിലേക്ക് നേരിട്ടാണോ അല്ലെങ്കിൽ സ്റ്റേഷൻ ത്രൂ ആണോ പോകേണ്ടതെന്നുള്ളത് നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ രാജാ രവിവർമ്മ അദ്ദേഹം വരച്ചത് ചിത്രമാണ്. അതേപോലെ ഒരുപാട് ആൾക്കാർ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഈ രാജാ രവിവർമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡ് അല്ലെ ഒരു പേര് കേട്ടൊരു ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രവും നമ്മളൊരു ലോക്കൽ ഒരാൾ അത് എത്രമേൽ നല്ലതാണ് എത്രമേൽ ഒറിജിനലിനെ വെല്ലുന്ന ഫോട്ടോ വരച്ചാലും രാജാ രവിവർമ്മൻ്റെ അത്ര വരില്ല, ഇല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഉയർത്തിക്കൊണ്ടുവന്നത് വേണം. ആർക്കായാലും അത് ഏതൊരു, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സോഷ്യൽ മീഡിയ തുറന്നാൽ ഉടനെ ഇഷ്ടം പോലെ ആൾക്കാർ പല കാര്യങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്വന്തം പേരിൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം സാരിയുടേതാണെങ്കിലും ചുരിദാറിൻ്റെതാണെങ്കിലും ഒന്നും വേണ്ട, ബീന കണ്ണൻ എന്ന് പറയുന്ന ഷീമാട്ടി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാക്കി എടുക്കാൻ ആ സ്ത്രീ എത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ള സ്ത്രീക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ വിൽക്കുന്നതും സദാ തുണികളാണ്, നമ്മൾ ഫുട്പാത്തിൽ കിട്ടുന്നതും തുണികളാണ് എന്ന് വെച്ചിട്ട് ബീന കണ്ണൻ്റെ തുണി നമുക്ക് ഫുട്പാത്തിൽ കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം എൻ്റെ ആ ഒരു കലയെ ചോദ്യം ചെയ്തത് ഞാനത് നിയമ നടപടിയായിട്ട്, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വേറൊരാൾ, അത് ഞാൻ പെട്ടെന്ന് നമുക്ക് നടപടി കിട്ടുന്നൊരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറയില്ല, കാരണം പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവം അത് നമുക്ക് വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു സംഭവം. നമ്മളെ നീതി നമുക്കവിടെ നിഷേധിക്കപ്പെടുന്നതാണ് തെളിവ് നശിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരുടെ പേർക്കാണ് എവിടുന്നാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് ഒരു സ്ഥലം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും വിചാരം ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടാണ് എന്നാണ്. എന്നാൽ നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണയാണത്. പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, കുതിക്കാനാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം. അപ്പം ഇതിലൂടെ എനിക്ക് നീതി വേണ്ടത് എന്താ വെച്ചാൽ, എൻ്റെ ചിത്രത്തിനെ ആരും ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. കാരണം ഞാൻ വരയ്ക്കുന്ന, ചിലർ പറയുന്നത് കോപ്പിയാണ്, ചിലർ പറയുന്നത് വേറെ ആരോ വരയ്ക്കുന്നതാണ് എന്നൊക്കെ പറയുന്നത്, അത് അവരുടെ കുടുംബം അവരെ പഠിപ്പിച്ച പഠിപ്പ് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ആയിട്ട് വന്നതാണ് വെണ്ണക്കണ്ണൻ എന്ന് പറയുന്നൊരു സംഭവം. അതെൻ്റെ ബ്രാൻഡാക്കി മാറ്റാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതെനിക്ക് കോടതിയിൽ തെളിയിക്കാനും എനിക്ക് സുഖകരമായിട്ട് പറ്റും. ഇനിയിപ്പം ജഡ്ജിയുടെ മുമ്പിലാണ് വരച്ച് കാണിച്ചു കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ അത് ചെയ്യും. എന്നാൽ ഈ ലോക്കൽസ്, ഈ ലസിത പാലക്കൽ, സ്മൃതി, ഇവരുടെ ഒന്നും മുമ്പ് പോയിട്ട് അപ്പിയാറോ വെക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. അപ്പം ഞാനത് നിയമത്തിൻ്റെ വഴിയിൽ, ഈ ഉത്തരാവുണ്ണീൻ്റെ പേരിൽ മാത്രമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പലരും വിചാരിക്കും, പലരും പറയുന്നില്ലേ, അത് പറയുന്നവർ പറയട്ടെ.
അവർക്കുള്ള ഒരു പൊൻതൂവൽ നമുക്ക് കൊടുക്കാമേ, അതിനുള്ള വകുപ്പൊക്കെ നമുക്കുണ്ട്. അതവിടെ കിടക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അത് ആരാ എന്താന്നുള്ളതൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. എൻ്റെ ഒരു ചിത്രത്തെ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത് അതെൻ്റെ ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക്, അതും ഒരു കലയെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്കും റൈറ്റ് ഇല്ല എന്നുള്ള ഒരു സംഭവത്തെ ഞാൻ ഇന്നാണ്, എന്ന് വെച്ചാൽ കലയാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസവും കാണിക്കാം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. BJPയുടെ ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, BJPയുടെ ഒരു പാർട്ടി അംഗമാണ് എന്ന് തോന്നുന്നു. അല്ലാതെ BJPയിൽ എനിക്കെന്തോ എന്താണ് അദ്ദേഹത്തിൻ്റെ റോള് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. യാഗ ശ്രീകുമാർ എന്ന് പറയുന്ന ആൾ, എത്ര ആൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വരച്ച ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന ചിത്രങ്ങൾ. അപ്പോൾ ആ ഒരു ചിത്രത്തെ എനിക്ക് വിലയിടാൻ പറ്റുമോ? നിങ്ങൾ ഇത് ഇത്ര പ്രൈസിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ ഉത്തരാവുണ്ണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂട്യൂബ് കിടന്ന് അവിടെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുക. ആ പ്രഹസനത്തിന് യൂട്യൂബ് മുതലാളിനെ വിളിച്ചിട്ട് അവർക്ക് 10 രൂപ മാത്രം മാസം വരുമാനം കൊടുത്താൽ മതി എന്ന് പറയാൻ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. എൻ്റെ കലയെ, എൻ്റെ കഴിവിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എനിക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴി തരാം. ഈ ഉത്തരാവുണ്ണീൻ്റെ പേരിൽ പല കേസുകളും ഞാൻ ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കിട്ടാൻ വൈകിയെങ്കിലും ലേറ്റായിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് അമ്മശ്ശിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഈ അടുത്ത ദിവസം എൻ്റെ മോന് കോർട്ടിലൊരു ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു കേസ്. അതേപോലെ നമ്മുടെ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഉത്തരവുണ്ണീനെ ബേസ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ പറയുന്നൊരു സ്വഭാവമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉത്തരവുണ്ണിയുടെ പേരിൽ പരാതി കൊടുത്തത്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ല, അവർ പട്ടിണി കിടക്കുകയാണ്. ഇതൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത്. എന്തല്ലേ, അമ്മയേക്കാൾ വലിയ പോരാളി ലോകത്ത് മറ്റൊരാളും ഇല്ല എന്നുള്ളത് ഈ സ്ത്രീ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. മേ ബി എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നത്. ബാക്കി നിയമ നടപടികളൊക്കെ ഞാൻ എടുക്കാം. മോളെ ഉത്തരവുണ്ണി, വീഡിയോ മുക്കണ്ട, എൻ്റെ കയ്യിലുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു സ്ഥലത്ത് സ്ത്രീ എൻ്റെ ഫോട്ടോയും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഫേസ് മറച്ചിട്ടാണെങ്കിലും ഈ ഒരു കണ്ണൻ എൻ്റേതാണ് എന്നുള്ളത് ലോകമൊന്നായിട്ട് അറിയപ്പെടും. അപ്പോൾ ഈ ഒരു ഫോട്ടോയും ഇവിടെ ആ മൊണ്ണക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയോ? മൊണ്ണ യൂട്യൂബിൽ സ്ട്രൈക്ക് കിട്ടരുത് എന്ന് കരുതിയിട്ട് എൻ്റെ ഫേസ് മറച്ചപ്പം ബുക്കിംഗ് ഓൺലി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കോടതിയിലെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് എന്നെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് തെളിയിക്കാനുള്ള പ്രൂഫാണിത്. എൻ്റെ പേര് പറയുന്നുണ്ടോ ഇല്ലയോ, എൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല മോളെ കാര്യം. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി അങ്ങ് കാണാം കേട്ടോ.